സുരക്ഷ ഏത് സമയത്തും പെൽഗാം സൈഡിൽ അവിടെ ഇഷ്ടംപോലെ ബേസ് ക്യാമ്പുകൾ CRPF ഫുൾ ബറ്റാലിയനും 2-3 ബറ്റാലിയൻസ് അവിടെ ഉണ്ട്. ആർമിയുടെ 6 ബറ്റാലിയൻസ് ഉണ്ട്. അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ സുരക്ഷയെല്ലാം ഉണ്ട്. പക്ഷേ എവിടെയോ ഞാനിപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി 3-ാം തീയതി 4-ാം തീയതി ഞാൻ പെൽഗാമിലുണ്ടായിരുന്നു. ഈ സമയത്തുള്ള ക്രൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് എന്നുള്ളത് അത് ലക്ഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാനവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ സമയത്ത് എവിടേക്കോ ഓക്കെ കുഴപ്പമില്ല എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. മറ്റേ പണ്ടൊക്കെ പോകുന്ന സമയത്ത് റോഡുകളിൽ മുഴുവൻ പെട്രോളിംഗ് പാർട്ടിയും നിറഞ്ഞു നിന്നിരുന്നൊരു സംഭവം ഒരു പക്ഷേ നമ്മുടെ ഇപ്പോൾ ഈ 370 ആർട്ടിക്കിൾ പോയതിന് ശേഷം 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ശാന്തമായി വന്നുകൊണ്ടിരിക്കുന്നു. ലോക്കൽസിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ലോക്കൽസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഇവിടെ മിലിറ്റൻസിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള വിദ്വേഷങ്ങളോ ഒന്നും വേണ്ട എന്നുള്ള സിറ്റുവേഷനിലേക്ക് വന്നു. കാരണം എന്ന് വെച്ചാൽ അവർ റിയലൈസ് ചെയ്തു വർഷങ്ങളായിട്ട് ഡിക്കേഡ്സായിട്ട് അവർക്ക് വരുമാനമില്ലാതെ ടൂറിസം ഇല്ലാതെ ജീവിച്ച കുറേ കാലങ്ങളുണ്ട്. ആ കാലത്ത് നിന്ന് പെട്ടെന്നാണ് ഇവർക്കൊരു മാറ്റം സംഭവിച്ചത്. കഴിഞ്ഞ 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതിൻ്റെ ആ വർഷത്തിനേക്കാൾ കൂടുതൽ ഇപ്പം കഴിഞ്ഞ വർഷത്തിലാണ് ഏറ്റവും അധികം ടൂറിസ്റ്റ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,50 ലക്ഷത്തിൽ 1.5 കോടിയോളം ജനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഡൽ ലേക്കിൻ്റെ സൈഡിലൊക്കെ ട്രാഫിക് ജാം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കേൾക്കാത്ത സംഭവങ്ങളാണ്. അവിടെ വണ്ടികൾ 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് 4 മണിക്കൂർ ക്രോസ് ചെയ്യാൻ വേണ്ടി, അത് ഓരോരോ ഗാർഡൻസിലേക്ക് പോകാനുള്ള ആളുകൾ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ലോക്കൽസ് റിയലൈസ് ചെയ്തു യെസ് ദിസ് ഈസ് വാട്ട് ഈസ് ലൈഫ്. അവർക്ക് ഇഷ്ടം പോലെ പോക്കറ്റിൽ കാശ് വരാൻ തുടങ്ങിയ സമയത്ത് ഒരിക്കലും അവർ മിലിറ്റൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ സപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് എന്ത് പറ്റി, അവർ ഇതിപ്പോൾ ഈ നടന്നിരിക്കുന്ന പേൽഗാം എന്ന് പറയുന്നത് ഷോപ്പിയാന് തൊട്ടടുത്താണ്. LOCക്ക് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ ഷോപ്പിയാനിൽ കൂടിയാണ് ഏറ്റവും അധികം ഇൻഫിൽട്രേഷൻ വരുന്നത്. അതുപോലെ തന്നെ അനന്തനാഗ് ആ ഒരു സൈഡെല്ലാം ഉണ്ടെങ്കിലും കുപ്വാഡ സെക്ടറും ഇങ്ങനെ 2-3 സ്ഥലങ്ങളാണ് ഇവർക്ക് ഇൻഫിൽട്രേഷൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. അപ്പം ഇവിടെ പേൽഗാമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ അറ്റാക്ക് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺ ദ വേ ടു അമർനാഥ് പോകുന്ന യാത്ര. ഇവിടെ ഏറ്റവും അധികം അമർനാഥ് യാത്രയ്ക്ക് വരുന്ന ആളുകൾ ഈ റൂട്ടിൽ കൂടെ പോകുന്നത്. കാരണം ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, 40-something കിലോമീറ്റർ അവർക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുള്ളൂ. നേരെ വെച്ച് മറ്റേ റൂട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ ടൂറിസ്റ്റുകളുടെയും ഇത് എവിടേക്കോ നമ്മളുണ്ടല്ലോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു തോന്നൽ എവിടെയോ വന്നോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് കാണുന്നുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇത് ചെയ്തിട്ടുള്ള ആളുകൾ ആരായാലും അത് പാകിസ്ഥാനാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് ലഷ്കർ തോയ്ബയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് പാകിസ്ഥാൻ ISI എപ്പോഴും നമ്മുടെ മേലിൽ അറ്റാക്ക് നടത്തുന്നു. ഈ ഒരു അറ്റാക്കിന് ഞാൻ കാണുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമർനാഥ് യാത്ര വരാൻ പോവുകയാണ്. എലോങ് വിത്ത് ദാറ്റ് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും കൂടെ ആവുന്ന സമയത്ത് കാശ്മീർ ഈ വർഷം കൂടെ ഈ ടൂറിസം പീസ്ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ കാശ്മീരീസിനെ പിന്നെ ഒരിക്കലും ഇവർ വിചാരിക്കുന്ന പോലെ തലയിൽ ഈ നമ്മൾ പാകിസ്ഥാൻകാരാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രമാണ് കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബലിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും നടക്കില്ല ഇനി. അപ്പം അതിൻ്റെ ഒരു ഇനീഷ്യലായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. കാരണം സ്നോ ഫോള് നിന്ന് തുടങ്ങി, കുറേശ്ശെ മഴ തുടങ്ങി, ഇനിയിപ്പോൾ ആ സമ്മർ സീസണിലോട്ട് വരികയാണ്. ആ സമ്മർ സീസണിലോട്ട് വരുന്ന സമയത്ത് ഇതുപോലൊരു അറ്റാക്ക്, ഈ അറ്റാക്കിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് പുൽവാമ അറ്റാക്കിനേക്കാൾ അതേപോലെ തന്നെ പുൽവാമ അറ്റാക്ക് അവന്മാർ ചെയ്തിരിക്കുന്ന ആർമിക്കാരുടെ എഗൻസ്റ്റിലായിരുന്നു. ഇന്ന് ഒന്നും അറിയാത്ത സിവിലിയൻസിൻ്റെ മേളിൽ ഈ അറ്റാക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അധികം ഖണ്ഡിക്കേണ്ടതാണ്. ഇവിടെ ഒച്ചയും കൂടെ ഒന്നും കേൾക്കുന്നില്ല. ഇവിടെ ഒരു TV ചാനൽ തുറന്നു കഴിഞ്ഞാലും ഇവിടെ ആരും പ്രതിഷേധിക്കുന്നതായിട്ട് എനിക്ക് കാണുന്ന. കാരണം അല്ലെങ്കിൽ ഗാസയിൽ സേവ് ഗാസ അല്ലെങ്കിൽ മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ ആരും ഒന്നും മിണ്ടുന്നില്ല. ബിക്കോസ് ഇതെന്തൊക്കെയോ എവിടേക്കോ ഈ അതിലൊരാൾ പറയുന്നത് നമ്മൾ കേട്ടാൽ, ഞാനിപ്പോൾ നല്ലൊരു വീഡിയോ കണ്ടായിരുന്നു, പോയി പറഞ്ഞേക്ക് എൻ്റെ കെട്ടിയോനെ ഞങ്ങൾ കൊന്നിരിക്കുന്നു, മോദിയുടെ അടുത്ത് വന്ന് രക്ഷിക്കാൻ പറഞ്ഞു. അവിടെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു, യുവമാർ ചോദിച്ചിരിക്കുന്നു അവിടെ ലോക്കൽ, എനിക്ക് അവിടെ എൻ്റെ ലോക്കൽ ആളുകൾ കുറേ ഉണ്ട്, പട്ടാളക്കാരും അതുപോലെ തന്നെ റിട്ടയറായിട്ട് ഞാനൊക്കെ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവരാണ് പ്രൊഡക്ഷനൊക്കെ നോക്കുന്നത്. എന്നാൽ രാത്രി ഒരുത്തം വിളിച്ചിട്ട് പറഞ്ഞു സാബ് ബർബാദ് കല്യാണമാണ്, കരഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് സർ, പക്ഷേ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഇടയിൽ ഇവന്മാർ ചില ഡയലോഗ് അടിച്ചിരിക്കുന്നു ഈ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത്, ഹിന്ദു കോനെ മുസ്ലിം കോനെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ രാജ്യത്ത് അൺട്രസ്റ്റ് ഉണ്ടാക്കുക, ഇവിടെ മനസ്സമാനിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും ഇടയ്ക്ക് ഇതുണ്ടാക്കിയിട്ട് ഇത് ഈ ഹിന്ദു കോനെ മുസൽമാൻ കോനെ എന്ന് ചോദിച്ചിട്ട് ഹിന്ദുക്കളെ മാത്രം വെടിവെച്ച് കൊല്ലുന്നത് കാണിക്കുന്ന സമയത്ത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്?
ഇവിടെ ഇത് ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി മുസ്ലിം ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു അത് ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്ത് കഴിഞ്ഞാൽ കാശ്മീർ മാത്രമല്ല പലയിടത്തും ഇതിൻ്റെ ഒരു റിപ്രിക്കഷൻസ് ഉണ്ടായിരിക്കും. ഇതുപോലെ തെറ്റിദ്ധാരണകൾ വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ഭീകരാക്രമണമാണ് ഈ നടന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ പോയിട്ട് ഇവിടെ നിന്നുള്ള ആളുകൾ പോലും നമ്മുടെ ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് പോലും സൊറോസിനെ പോലുള്ള ആളുകളുടെ ഏജന്റുമാരായിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ വന്നുള്ള ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്. രാജ്യദ്രോഹികളുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന ആളുകൾ. ഈ ആളുകളൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടിയാണ്, അത് തന്നെ പെര കത്തുന്ന സമയത്ത് കഴുക്കോലൂര എന്ന് പറയുന്ന പോലെയാണ് ഇതൊന്നും നടക്കുന്നതിൻ്റെ കൂടുതൽ ഈ ഒരു ഡയലോഗും കിട്ടേക്കാം. ഹിന്ദു കോനെ മുസ്ലിം കോനെ, അവന് ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ, ഞാൻ എൻ്റെ പടങ്ങളിൽ എഴുതുന്ന ഡയലോഗ് ഇത് തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇന്ത്യയിലത്തെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുസ്ലിംസ് ഇല്ല. അപ്പം ഈ ഒരു ഡയലോഗ് എന്തിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് കേൾക്കുന്നവരെന്ത് വിചാരിക്കും? കാശ്മീരിലത്തെ മുസ്ലിംസാണ് ഈ ഹിന്ദുക്കളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതിൽ തോന്നുക. അപ്പം ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്ത് എങ്ങനെയെല്ലാം കമ്മ്യൂണൽ വയലൻസ് ഇറക്കാൻ പറ്റുമെന്ന് ഉള്ളതാണ് ഇവരുടെ എല്ലാം ഉദ്ദേശം. ഈ ലഷ്കർ എ തോയ്ബ എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ, അത് അമീൻദാറിൻ്റെ സമയം തൊട്ടിട്ട്, അത് 80s ഈ അമീൻദാർ, മാഗം വില്ലേജിൽ നിന്നുള്ള അമീൻദാർ ആദ്യം പാകിസ്ഥാനിൽ പോയിട്ട് ട്രെയിനിങ് എടുത്ത് വന്നതിന് ശേഷം അവനായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അവൻ്റെ ലീഡർഷിപ്പിലാണ് ഈ ലഷ്കർ എ തോയ്ബയുടെ എല്ലാം ഫുൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഫണ്ടുകളെ വെച്ചുകൊണ്ടായിരുന്നു ഇവരെല്ലാം ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ആളുകൾ ഇന്ന് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ഉള്ളിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഇവിടെ ഇതിനകത്ത് നമ്മൾ ഈ ചർച്ച നടത്തുന്നതല്ലാതെ ഇതിനകത്ത് ഇപ്പോൾ ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് എന്ത് തന്നെയാലും ശരി, ദേ ഹാവ് ടു ടേക്ക് ആക്ഷൻ. ലൈക്ക് പുൽവാമ അറ്റാക്കിനകത്ത് നമ്മുടെ 40 യൂണിഫോം ഇട്ടുള്ള ആളുകളാണ് മരിച്ചിരിക്കുന്നത്. ഓക്കെ, ഞങ്ങൾ പട്ടാളക്കാരെ ഇതുപോലുള്ള എൻകൗണ്ടേഴ്സ് ഫേസ് ചെയ്യാനുള്ള ആളുകളാണ്. പക്ഷേ പാവപ്പെട്ട സിവിലിയൻസ്, നമ്മുടെ മലയാളീസ് അടക്കം അവിടെ ഉണ്ട്. എനിക്ക് ഓരോരോ മലയാളീസിൻ്റെ കോളം വരുന്ന സമയത്ത് പേടിയായിരുന്നു രാത്രിയിൽ ഇനി ഇവർ എവിടെയെങ്കിലും അവിടെ ഉണ്ടോ എന്നുള്ളത്. സോ ഇതുപോലുള്ള സിറ്റുവേഷനിൽ ഇവരെന്താ ചെയ്തിരിക്കുന്നത്? നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ കൊന്ന് അവരുടെ ജീവിതത്തിൽ മുഴുവൻ മറക്കാൻ പറ്റാതെ അവർ ഈ വേദന കൊണ്ട് തന്നെ ജീവിച്ചു പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തിലുള്ള ഒരു ദുഷ്ട മനസ്ഥിതിയോട് കൂടി ചെയ്തിട്ടുള്ള ഒരു മിലിറ്റൻ്റ് അറ്റാക്കാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിന് ഒരിക്കലും നമ്മൾ മാപ്പ് കൊടുക്കാൻ പറ്റില്ല.